പങ്കിലമായ മാർഗത്തിൽ ചരിക്കുന്നവർ, കർത്താവിന്റെ നിയമം അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവർ, പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവർ ഭാഗ്യവാന്മാർ. അവർ തെറ്റ് ചെയ്യുന്നില്ല, അവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു. അങ്ങയുടെ പ്രമാണങ്ങൾ ശ്രദ്ധാപൂർവം പാലിക്കണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങയുടെ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ ഞാൻ സ്ഥിരതയുള്ളവൻ ആയിരുന്നെങ്കിൽ, അപ്പോൾ അങ്ങയുടെ കൽപ്പനകളിൽ ദൃഷ്ടി ഉറപ്പിച്ചിരിക്കുന്ന എനിക്ക് ലജ്ജിതനാകേണ്ടി വരികയില്ല. രാജകൊട്ടാരത്തിലെ മട്ടുപ്പാവിലെ ജനാലക്കരിയിൽ മനോഹരമായ ഒരു സ്വർണ്ണ പൂച്ചട്ടിയിൽ ഒരു ബോൺസായി മരം വളരുന്നുണ്ടായിരുന്നു. കൃത്യസമയത്ത് വെള്ളവും വളവും വെട്ടിയൊതുക്കാൻ ആളുകൾ ആ മരം വിചാരിച്ചത് താനാണ് ലോകത്തിലെ ഏറ്റവും സൗഭാഗ്യവാനായ മരമെന്ന്. ഒരു ദിവസം ജനാലയിലൂടെ ഒരു കാറ്റ് വന്നു പറഞ്ഞു, സുഹൃത്തെ, പുറത്ത് വലിയൊരു ലോകമുണ്ട്. ആകാശത്തെ മുത്തുന്ന വൻ മരങ്ങളുണ്ട്. കാടു നിറയെ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന വേരുകളുണ്ട്. നീ ഈ ചെറിയ ചട്ടി വിട്ട് പുറത്തേക്ക് വരൂ. കാറ്റിന്റെ വാക്ക് കേട്ട് ബോൺസായി പുച്ഛത്തോടെ പറഞ്ഞു, നീ കള്ളം പറയുകയാണ്. ഈ സ്വർണപാത്രത്തിനപ്പുറം ഒരടി പോലും വേര് വളരാൻ കഴിയില്ല. ആകാശം മുട്ടുകയോ, അതൊക്കെ വെറും നുണക്കഥകളാണ്. എനിക്ക് ഇവിടെ കിട്ടുന്ന സുഖം അവിടെ കിട്ടില്ല. കാറ്റ് നിരാശയോടെ തിരിച്ചുപോയി. വർഷങ്ങൾ കടന്നുപോയി. വേരുകൾക്ക് വളരാൻ സ്ഥലമില്ലാതെ ആ സ്വർണപാത്രത്തിനുള്ളിൽ വെച്ച് മുരടിച്ച് ആ മരം ഉണങ്ങിപ്പോയി. അപ്പോഴും പുറത്തെ വൻമരങ്ങൾ വെയിലും മഴയും കൊണ്ട് ആകാശത്തോളം വളർന്നിരുന്നു. താൻ കണ്ടിട്ടുള്ള ലോകമാണ് സത്യം എന്ന് വിശ്വസിക്കുന്നതല്ല, മറ്റൊരു ലോകമില്ല എന്ന് വാദിക്കുന്നതാണ് ഗുരുതരമായ തെറ്റ്. ജനിക്കുകയും വളരുകയും ചെയ്ത ലോകത്തെ ആരും പ്രണയിക്കും. ജന്മമെടുക്കുന്ന ഇടം തിരഞ്ഞെടുക്കാൻ ആർക്കും കഴിയില്ല. വളരാൻ ഒരിടം എല്ലാവർക്കും ആവശ്യമാണ്. പക്ഷെ പിറക്കുന്ന ലോകത്തിന്റെ അനുഭൂതികളിൽ സ്വയം കുടുങ്ങിക്കിടക്കുന്നത് ജീവിതത്തോട് പുലർത്തുന്ന അനീതിയാണ്. മറ്റുള്ളവർ നിർമ്മിക്കുന്ന ചങ്ങലകൾ കണ്ടെത്താനും ഭേദിക്കാനും എളുപ്പമാണ്. സ്വയം രൂപപ്പെടുത്തുന്ന വിലങ്ങുകൾ കണ്ടെത്താനും തകർക്കാനും വിഷമമാണ്. വളരുന്നവരുടെ വിശ്വാസ പ്രമാണങ്ങളായി മാറേണ്ട ചില നഗ്ന സത്യങ്ങളുണ്ട്. തന്റെ കാഴ്ചപരിധിക്കപ്പുറം ഒരു ലോകമുണ്ടെന്ന കാര്യം മനസ്സിലാക്കുക. ആയുസ് മുഴുവൻ എടുത്താലും കണ്ടു തീർക്കാനാകാത്ത കാഴ്ചകൾ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അവിടെ തന്റെ നിറമോ ചിന്തയോ പ്രകൃതമോ ഇല്ലാത്ത അനേകർ ജീവിക്കുന്നുണ്ട്. താൻ അനുഭവിക്കുന്ന സന്തോഷത്തെക്കാളും സങ്കടത്തെക്കാളും വലിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. വിരുദ്ധ കാഴ്ചപ്പാടിലും വിഭിന്ന ജീവിത രീതികളിലും ജീവിക്കുന്നവരും വിശുദ്ധരായി തുടരുന്നുമുണ്ട്. ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് സ്വയം പറന്നുയരാതെ കൂടുതൽ ആകർഷകമായ മറ്റിടങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല. സ്വയം തീരുമാനിക്കാതെ ബാഹ്യപ്രേരണകൾ കൊണ്ട് മാത്രം ആരും രക്ഷപ്പെടില്ല. അറിവ് മാത്രമേ മറ്റുള്ളവർക്ക് പകരാനാകൂ. അനുഭവങ്ങൾ ലഭിക്കണമെങ്കിൽ സ്വയം മുന്നിട്ടിറങ്ങണം. അറിവ് നൽകുന്നവരെ അധിക്ഷേപിക്കുന്നവരുമുണ്ട്. ആ അറിവ് ആത്മജ്ഞാനത്തിനു വേണ്ടി സാംശീകരിക്കുന്നവരുമുണ്ട്. ആദ്യ കൂട്ടർ തങ്ങൾ എവിടെ ജനിച്ചോ അവിടെ തന്നെ അവസാനിക്കും. രണ്ടാമത്തെ കൂട്ടർ ആഴിയും ആകാശവും അടങ്ങുന്ന അത്ഭുത കാഴ്ച. സ്നേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു ചിന്ത. ആ രാജസദസ്സിൽ ധാരാളം വിദ്വാൻമാരുണ്ടായിരുന്നു. എന്നാൽ തമാശയ്ക്ക് വേണ്ടി ഒരു മൂഢനെ കൂടെ രാജസദസ്സിൽ ഉൾപ്പെടുത്തുവാൻ രാജാവ് നിശ്ചയിച്ചു. അങ്ങനെ ഒരു മൂഢനെ കണ്ടെത്തി അവനെയും രാജസദസ്സിൽ ഉൾപ്പെടുത്തി. ഒരു പ്രത്യേക കിരീടവും നൽകി. ആ സദസ്സിലുള്ളവർ മൂഢനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കവൻ പറയുന്ന മറുപടി കേട്ടിട്ടവർ ആർത്തട്ടഹസിച്ച് ചിരിച്ചിരുന്നു. നാളുകൾ കഴിഞ്ഞപ്പോൾ രാജാവ് രോഗബാധിതനായി. തൻ്റെ കിടക്കരികെ ആ മൂഢൻ ഉണ്ടായിരിക്കുന്നത് സന്തോഷമാകുമെന്ന് കരുതി രാജാവ് അവനെയും വിളിച്ചു വരുത്തി. ഒരു ദിവസം രാജാവ് അവനോട് പറഞ്ഞു, എന്നും നീയാണല്ലോ ഉത്തരം പറയുന്നത്. ഇന്ന് നീ ചോദ്യങ്ങൾ ചോദിക്കണം, ഞാൻ ഉത്തരം പറയാം. അതിൽ പ്രകാരം അവൻ ചോദ്യങ്ങൾ ചോദിക്കുവാൻ തുടങ്ങി. അവൻ ചോദിച്ചു, പ്രഭോ, മരണശേഷം അവിടുന്ന് എങ്ങോട്ട് പോകും? രാജാവ് പറഞ്ഞു, ഞാൻ എൻ്റെ സൃഷ്ടാവിൻ്റെ അടുത്തേക്ക് പോകും.
അവിടെ എത്ര നാൾ പാർക്കും? രാജാവ് പറഞ്ഞു, എന്നും എന്നേക്കും. അപ്പോൾ അതിന് വേണ്ട ക്രമീകരണമൊക്കെ അവിടെ ചെയ്തിട്ടുണ്ടാവും അല്ലേ? രാജാവ് പറഞ്ഞു, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ മൂഢൻ തൻ്റെ തലയിലെ കിരീടമെടുത്ത് രാജാവിൻ്റെ തലയിൽ വെച്ചിട്ട് പറഞ്ഞു, രാജൻ, ഈ കിരീടത്തിന് അങ്ങ് തന്നെയാണ് ഏറ്റവും യോഗ്യൻ. ഈ ലോകത്തിലെ ഗ്രസ്വ ജീവിതത്തിന് ഈ കൊട്ടാരവും ഇവിടെയുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുള്ള അവിടുന്ന് എന്നെന്നും പാർക്കുവാനുള്ളിടത്ത് ഒരു ക്രമീകരണവും ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങേക്കാൾ വലിയ മൂഢൻ ആരാണ്? ഈ ലോക ജീവിതം ആർക്കും ശാശ്വതമല്ലല്ലോ. കുറേ നാൾ മാത്രം നാം പാർക്കുന്ന ഈ ലോക ജീവിതത്തിനായി ആ രാജാവിനെ പോലെ എന്തെല്ലാം ക്രമീകരണങ്ങളാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ലോക ജീവിതത്തിന് അപ്പുറമായി ഒരു നിത്യജീവിതം ഉണ്ടെന്നുള്ളത് ഇന്ന് അനേകരും സമ്മതിക്കുന്നില്ലെങ്കിലും അതൊരു യാഥാർത്ഥ്യമാണ്. നാം സമ്മതിച്ചില്ലെങ്കിലും വിശ്വസിച്ചില്ലെങ്കിലും യാഥാർത്ഥ്യത്തെ മാറ്റിമറിക്കുവാനാവില്ലല്ലോ. അത് വിശ്വസിക്കാതിരിക്കുന്നത് ബുദ്ധിമാന്മാരായ മൂഢരുടെ അവസ്ഥയാണ്. ഇന്നലെകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. നിൻ സ്വന്തമാക്കുവാൻ മാറോടു ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. വേദനയിൽ പോലും തകർന്നു പോകാതെ സ്വയം നിലനിർത്താൻ കഴിയുന്നവരാണ് യഥാർത്ഥ ശക്തർ. സ്വാമി ഗുരുരത്നം. ജ്ഞാന തപസ്സി. ഒരു ചിന്ത. വിൻഡോസ് ഹാങ്ങായി. ബില്ലിൻ്റെ ഗേറ്റ് തുറന്നു. ലോക കോടീശ്വരന് ഒടുവിൽ പണി പാളി. വിൻഡോസ് ഹാങ്ങായി. ബില്ലിൻ്റെ ഗേറ്റ് തുറന്നു. ലോക കോടീശ്വരന് ഒടുവിൽ പണി പാളി. ലോകം മുഴുവൻ വിൻഡോസ് ഇട്ടുകൊടുത്ത ബിൽ ഗേറ്റ്സിന് സ്വന്തം ജീവിതത്തിലെ ചില വിൻഡോകൾ ക്ലോസ് ചെയ്യാൻ മറന്നുപോയതിൻ്റെ കേടാണല്ലോ ഇപ്പോൾ നമ്മൾ കാണുന്നത്. എപ്സ്റ്റീൻ ഫയലുകളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഒടുവിൽ സാക്ഷാൽ ബില്ലിനും തെറ്റ് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. ഫൗണ്ടേഷൻ ജീവനക്കാരോട് അദ്ദേഹം മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. സാരമില്ല ബില്ലേ, എറർ 404 എത്തിക്സ് നോട്ട് ഫൗണ്ട് എന്നത് ഇപ്പോൾ വലിയൊരു സംഭവമൊന്നുമല്ലല്ലോ. ചില പ്രധാന പോയിന്റുകൾ. അപ്ഡേഷൻ പാളി. ലോകത്തിൻ്റെ മുഴുവൻ കമ്പ്യൂട്ടറുകളും കൃത്യസമയത്ത് അപ്ഡേറ്റ് ചെയ്യിക്കുന്ന ബില്ലിന് സ്വന്തം സൗഹൃദങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിൽ വലിയ പിശക് പറ്റി. എക്സ്റ്റീനെ പോലെയുള്ള വൈറസുകളെ സിസ്റ്റത്തിൽ കയറ്റിയാൽ പിന്നെ ആൻറ്റിവൈറസ് അടിച്ചാലും കാര്യമില്ലെന്ന് അദ്ദേഹം ഇപ്പോഴെങ്കിലും മനസ്സിലാക്കി കാണും. മാപ്പ് പറയാനെന്ന റീസ്റ്റാർട്ട്. പണ്ട് വിൻഡോസ് ഹാങ് ആകുമ്പോൾ നമ്മൾ റീസ്റ്റാർട്ട് അടിക്കുമായിരുന്നു. അതുപോലെ സംഗതി കൈവിട്ടു പോയപ്പോൾ ഒരു മാപ്പ് പറഞ്ഞ്
അതുപോലെ സംഗതി കൈവിട്ടു പോയപ്പോൾ ഒരു മാപ്പ് പറഞ്ഞ് സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് പുള്ളി വിചാരിച്ചു കാണും. പക്ഷേ പബ്ലിക് മെമ്മറി അത്ര പെട്ടെന്ന് ഫോർമാറ്റ് ആവില്ലല്ലോ. രഹസ്യങ്ങൾ റീസൈക്കിൾ ബിന്നിലാവില്ല. അവിഹിതങ്ങളും രഹസ്യബന്ധങ്ങളും എത്ര വലിയ കോടീശ്വരനായാലും എന്നെങ്കിലും പുറത്തു വരുമെന്ന സത്യം ഒരിക്കൽ കൂടി തെളിഞ്ഞു. ഡിലീറ്റ് അടിച്ചു എന്ന് കരുതിയ ഫയലുകളെല്ലാം ഇപ്പോൾ റിക്കവറി സോഫ്റ്റ്വെയർ ഇല്ലാതെ തന്നെ നാട്ടുകാർ കാണുകയാണ്. ഇതിൽ നിന്നുള്ള പാഠം, മൈക്രോസോഫ്റ്റ് വേർഡിൽ എന്ത് ടൈപ്പ് ചെയ്താലും അത് സേവ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ സേവ് ആകാതെ നോക്കാനാണ് ഇപ്പോൾ ബിൽ ഗേറ്റ്സ് കഷ്ടപ്പെടുന്നത്. പണ്ട് മെലിഞ്ഞ ശരീരവും കണ്ണടയുമായി വന്ന് ലോകത്തെ പറ്റിച്ച ആ പാവം ഇമാജിനി തിരിച്ചു കിട്ടാൻ പാടാണ്. ഗുണപാഠം, വിൻഡോസ് ക്ലോസ് ചെയ്താലും മതിലിലെ ഓട്ടയിലൂടെ ലോകം തെളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കും. ഗുണപാഠം, വിൻഡോസ് ക്ലോസ് ചെയ്താലും മതിലിലെ ഓട്ടയിലൂടെ ലോകം ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കും. എനിക്ക് പണിപാളി ഗെയ്സ്, നാറ്റിക്കരുത്. അവസാനം സമ്മതിച്ചിരിക്കുന്നു. കടപ്പാട്. ജെറി പൂവക്കാല എഴുതുന്നു. മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണിക്കൊമ്പിൽ താനിരുന്നലിഞ്ഞാടിടുന്നൊരു സുമംഗലിക്കുരുവി. ഇണയെവിടെ തുണയെവിടെ, ഇണയെവിടെ തുണയെവിടെ, സിന്ദൂരക്കുരുവി. മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണിത്തുമ്പിൽ താനിരുന്നലിഞ്ഞാടിടുന്നൊരു സുമംഗലിക്കുരുവി. ഇണയെവിടെ തുണയെവിടെ, ഇണയെവിടെ തുണയെവിടെ, സിന്ദൂരക്കുരുവി. മഞ്ഞണിക്കൊമ്പിൽ വന്നു മാവേലിക്കാവിൽ ഒറ്റയ്ക്കൊരു കൊമ്പിൽ കൂടും കൂട്ടീനി. മഞ്ഞിൽ മുങ്ങിത്തന്നൽ വന്നു മാവേലിക്കാവിൽ ഒറ്റയ്ക്കൊരു കൊമ്പിൽ കൂടും കൂട്ടീനി. ചോടിയിണകളിൽ അമൃതമോടെ വനതുവഴി വന്നു ഒരു ചെറു കുളിരല ഇളകി നിന്നോമൽ കരളിൽ. മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണിത്തുമ്പിൽ താനിരുന്നലിഞ്ഞാടിടുന്നൊരു സുമംഗലിക്കുരുവി. ഇണയെവിടെ തുണയെവിടെ, ഇണയെവിടെ തുണയെവിടെ, സിന്ദൂരക്കുരുവി.
കഥ കൈമാറും നേരം സിരകളിലെങ്ങോ കല്യാണമേളം. കണ്ണും കഥ കൈമാറും നേരം സിരകളിലെങ്ങോ ഒരു കല്യാണമേളം. മണിച്ചിറകടിച്ചവനോടൊപ്പം അകലയെങ്ങാനും പറന്നുയരണം ഇനിയൊരു നാൾ സിന്ദൂരക്കുരുവി. മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണി തുമ്പിൽ താനിരുന്നലിഞ്ഞാടിടുന്നൊരു സുമംഗലി കുരുവി. ഇണയെവിടെ തുണയെവിടെ സിന്ദൂരക്കുരുവി മഞ്ഞണിക്കൊമ്പിൽ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗുഡ് മോർണിംഗ്.